നമസ്കാരം. ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഭയങ്കര വഴക്ക് കിച്ചണിൽ നടക്കുവാണ്. ഫുഡിന്റെ പേരും പറഞ്ഞിട്ടാണ് വഴക്ക്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെസൽ ടീം പാത്രം കഴുകി തരണം, എങ്കിലേ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ പാത്രത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്തോ ചെറിയ സൈഡിലെങ്ങാണ്ട് കുറച്ച് പൊടി ഇരിപ്പുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി ശരിക്കും കിച്ചൺ ടീമിലുള്ളവർക്ക്. 3 ക്യാപ്റ്റന്മാരാണ് ഇപ്രാവശ്യം കിച്ചൺ ടീമിലുള്ളത്, ആര്യനും നെവിനും അക്ബറും. അപ്പൊ ഇവര് ഫുഡ് ഉണ്ടാക്കൂല എന്നുള്ള വാശിപ്പുറത്ത് ഒന്ന് വെസൽ ടീം തന്നെ വന്ന് കഴുകണം എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചു. സ്പെഷ്യൽ ടീമുകാർ പറഞ്ഞു അത് ജസ്റ്റ് ഒന്ന് ഇതാക്കാനല്ലേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി. അപ്പോൾ ഷാനവാസ് വന്നു. അപ്പൊ നൂറ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞ് നൂറ ഫുഡ് ഉണ്ടാക്കാൻ വന്നപ്പോഴത്തേക്കും നെവിനും ആര്യനും ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവുക. അതിൽ പാല് ഷാനവാസ് പിടിച്ചു വാങ്ങാൻ നോക്കുമ്പോഴത്തേക്കും നെവിനും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുകയും ഷാനവാസിന്റെ മുഖത്തേക്ക് ഫുള്ള് നെവിന് ആ പാലൊഴിച്ച് ആ പാലിന്റെ പാക്കറ്റ് നെഞ്ചത്തേക്ക് എറിയുന്നുണ്ട്. അതിൽ പെട്ടെന്ന് ഷാനവാസ് നെഞ്ചത്ത് കൈ ഇങ്ങനെ അമർത്തി പിടിച്ച് മുട്ടുകുത്തി ഇരിക്കുക ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ണും കുത്തിയിട്ട് അങ്ങ് ഇരിക്കുക ചെയ്യുന്നത്. അതിലെല്ലാരും കൂടെ ഓടി വന്ന് പിടിക്കുമ്പോൾ ഷാനവാസിനെ അങ്ങ് ഷിവർ ചെയ്യുന്നുണ്ട്, വല്ലാതെ ഷിവർ ചെയ്യുന്നുണ്ട്. ഷിവർ ചെയ്ത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഷാനവാസിനോട് കൺഫെഷൻ റൂമിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും കൂടെ കൂടി പിടിക്കുമ്പോഴും അപ്പോഴും നെവിനും ഒക്കെ അവിടെ നിന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഡ്രാമയാണ്, അയാൾ അഭിനയിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ഷാനവാസ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ നെവിനെ സംബന്ധിച്ച് നെവിൻ കുറച്ച് ഓവറാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പൊ അപ്പൊ ബിഗ് ബോസിന്റെ വാണിംഗ് വന്നിരുന്നു കേട്ടോ. നെവിന് ഇത് കുറച്ച് കൂടുതലാണ് ചെയ്യുന്നത്, നെവിന് ഇതൊന്നും അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഷാനവാസിനെ കൺഫ്യൂഷൻ റൂമിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചു കഴിഞ്ഞപ്പം ഷാനവാസിനെ കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഷാനവാസിനെ. കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പം നെവിനും അക്ബറിനും ആര്യനും ഭയങ്കര ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഷാനവാസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നുള്ള വിവരം ഹൗസ്മേറ്റ്സിനെ അറിയിക്കുമ്പോൾ നെവിനോട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. നെവിൻ ചെന്നപ്പോൾ നെവിനോട് പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം നെവിനെ അറിയിക്കുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നെവിനെ പുറത്താക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ അവിടെ ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസിൽ അത് അനുവദനീയമായ കാര്യമല്ല. കാരണം ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് വേറൊരാൾ കാരണമാണല്ലോ അൺഹെൽത്തി ആയി മാറിയത്. അപ്പം വാക്കുകൾ കൊണ്ടുള്ള പോരാണല്ലോ നമുക്ക് ശരിക്കും ബിഗ് ബോസിൽ വേണ്ടത്. ഫിസിക്കലി ഒരു രീതിയിലും പാടില്ലാത്തതാണ്. അപ്പൊ നെവിനെ സംബന്ധിച്ച് നെവിനെ കാര്യം പറയണ ഓപ്പൺ ആയിട്ട് നെവിൻ കുറച്ച് ഓവറാണ്. നെവിൻ ഇപ്പൊ കുറച്ച് ഓവറായിട്ട് നമുക്കൊരു വെറുപ്പ് തോന്നുന്നു നെവിനോട്. ആദ്യകാലത്തൊക്കെ നെവിനോട് ഒരു ഇഷ്ടമായിരുന്നു. ഇപ്പം നെവിൻ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. നെവിന്റെ ഭാഗത്താണ് 100% തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക.